ബീസിംഗ് ERP ഉപയോഗിച്ചുകൊണ്ട് ഒരു പേയ്മെൻറ്റ് എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. പേയ്മെൻറ്റ്സ് എക്സ്പെൻസ് പേയ്മെൻറ്റ്സുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സപ്ലയർക്ക് കൊടുത്ത പേയ്മെൻ്റ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളതോ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യുന്നത് ബീസിംഗ് സോഫ്റ്റ്വെയർ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു ഏരിയയിൽ ഇവിടെ പേയ്മെൻറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. സോ പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നിലവിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മുഴുവൻ പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. സോ ഒരു പുതിയ പേയ്മെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് ഈ റൈറ്റ് കോർണറിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ ആഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് എത്തുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഈ ഒരു വിൻഡോ നമുക്ക് കാണാം. ഈ വിൻഡോ ഡേറ്റ് ഓൾറെഡി നമ്മുടെ ഡേറ്റും സമയവും ഓൾറെഡി അതിൽ വന്നിട്ടുണ്ടാവും. ഇനി വൗച്ചർ സീരീസ് ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വൗച്ചർ സീരീസ് പ്രീസെറ്റ് ചെയ്തതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതല്ല വൗച്ചർ നമ്പർ നമുക്ക് എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വൗച്ചർ നമ്പർ സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് ഒരു വൗച്ചറായിട്ട് ക്രിയേറ്റ് ആവും. സോ നറേഷൻസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ടിൽ നിന്നാണോ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തത് ആ അക്കൗണ്ട് ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അക്കൗണ്ട്സ്, ഏത് അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റ് പോയത്. അഥവാ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഞാൻ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് നിലവിൽ 5,000 അതിലേക്ക് എക്സ്പെൻസ് ആയിട്ട് ആഡ് ആയി കിടക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് എക്സ്പെൻസ് ബാലൻസ് 5,000 കാണിക്കുന്നത്. സോ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്നുള്ള അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. എത്ര എമൗണ്ട് ആണോ എനിക്ക് ആ മാസം അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ഞാൻ പേ ചെയ്തിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ഞാൻ 2,500 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മാസത്തേതാണ്. സോ മെയ് ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് ഞാൻ നറേഷൻസ് കൊടുക്കുന്നു. ജസ്റ്റ് ഈ ടിക്ക് ചെയ്യുന്നതോടുകൂടെ ടോട്ടൽ എമൗണ്ടിലേക്ക് നമ്മൾ കൊടുത്ത് 2,500 വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലില്ലാത്ത ഒരു അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഒരു പുതിയ എക്സ്പെൻസാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ന്യൂ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ അക്കൗണ്ടിനെ നമുക്ക് സെക്കൻഡ് ലൈനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിലോ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതുള്ളൂ. സോ ഒരു പുതിയ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അക്കൗണ്ട്സ് ഹെഡുമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്. സോ ഞാൻ ഇവിടെ എക്സ്പെൻസ് എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന് അടുത്തൊരു എക്സ്പെൻസ്, ഫോർ എക്സാമ്പിൾ എനിക്കൊരു സാലറി കൊടുത്തത് ഖുർഷിദ് എന്ന് പറയുന്ന ഖുർഷിദ് എന്ന് പറയുന്ന സ്റ്റാഫിൻ്റെ പേരിൽ ഓൾറെഡി സാലറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഖുർഷിദ് സാലറി എന്ന് സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് ആൾ 1,000 ആണ് ആൾ അഡ്വാൻസ് ആയിട്ട് എടുത്തത് എന്നുണ്ടെങ്കിൽ 1,000 ക്ലിക്ക് ചെയ്യുന്നു. കൂടെ തന്നെ അഡ്വാൻസ് ജസ്റ്റ് നറേഷൻ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അതോടുകൂടെ ടോട്ടൽ എമൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡിൽ നിന്ന് ടോട്ടൽ പേയ്മെൻറ്റ് 3,500 കൊടുക്കുന്നു. സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ അത് പേയ്മെൻറ്റ്സിലേക്ക് പോകുന്നു. ക്യാഷ് ഇൻ ഹാൻഡിൽ 3,500 ഓൾറെഡി കുറഞ്ഞിട്ടുണ്ടാവും. ഈ രണ്ട് അക്കൗണ്ടിലേക്ക്, ഖുർഷിദ് സാലറി അക്കൗണ്ടിലേക്കും ഇലക്ട്രിസിറ്റി എക്സ്പെൻസിലേക്കും ആ റെസ്പെക്റ്റീവ് എമൗണ്ടുകൾ കയറിയിട്ടുണ്ടാവും. ഇനി ഒരു സപ്ലയർക്കാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. ആഡ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ആഡ് പേയ്മെൻറ്റ്സിലേക്ക് വരുന്നു. നമുക്ക് വേണ്ട വോച്ചേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. അതല്ലാത്ത പക്ഷം നമുക്ക് പേയ്മെൻറ്റ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഫെഡറൽ ബാങ്കിൽ നിന്നാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നു. ഇനി അക്കൗണ്ട്, ഈ അക്കൗണ്ടിൽ ഇവിടെ സപ്ലയറുടെ പേര് അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്, സപ്ലയർ ഓർ കസ്റ്റമർ, അവർ പേരാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഞാൻ സെലക്ട് ചെയ്യുന്നു. പിങ്ക് കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സപ്ലയർക്കാണ് ഞാൻ എമൗണ്ട് കൊടുത്തത്. 5,000 rupees ഞാൻ കൊടുത്തു. സോ ഒരു നറേഷൻ ഉണ്ടെങ്കിൽ നറേഷൻ കൊടുക്കാം. പേയ്മെൻറ്റ്സ് ടുവാർഡ്സ് പർച്ചേസ്. ഓക്കെ, ഇത് സേവ് ചെയ്യുന്നതോടുകൂടെ തന്നെ ആ പേയ്മെൻറ്റ് അതിൽ ആഡ് ആയിട്ടുണ്ടായിരിക്കും. സോ അതുപോലെ തന്നെ ഓരോ ബിൽ ബൈ ബില്ലായിട്ട്, അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ സപ്ലയർക്ക് കൊടുക്കുന്നത് ഏത് ബില്ലിന് അഗെയിൻസ്റ്റ് ആണ് എന്ന് മാർക്ക് ചെയ്യാൻ ബിൽ ബൈ ബിൽ മാനേജ്മെൻറ്റിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.